വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. കൂടാതെ ബെൽ ഐക്കൺ കൂടി എനാബിൾ ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഉന്നക്കായാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: അധികം പഴുക്കാത്ത ഏത്തപ്പഴം പുഴുങ്ങി വെച്ചേക്കാണ് 3 എണ്ണം, 1 കപ്പ് തേങ്ങ, 3/4 കപ്പ് പഞ്ചസാര, കുറച്ച് നട്ട്സ്, കുറച്ച് കിസ്മിസ്, ഏലക്ക, നെയ്യ് 1 സ്പൂൺ, കുറച്ച് മൈദ. അത് ഈ പഴം ഇങ്ങനെ കുഴച്ച് വരുമ്പോൾ തിക്നെസ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദ ഇട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ടാൽ മതി. അപ്പോൾ ഇത് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പം ഇതായിട്ടുണ്ട്. നമുക്കത് തിക്നെസ് കറക്റ്റ് ചെയ്യാൻ കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി നന്നായിട്ട് കുഴച്ച് വെക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് ഒരു പാനിലേക്ക്. തേങ്ങ ഇട്ട് കൊടുത്ത് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒരു കളർ വ്യത്യാസം വരുമ്പോൾ, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നട്ട്സ്, റൈസിൻസ്, ഏലക്കാപ്പൊടി ഇത് 3 ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിയായിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ അത് ഉരുണ്ടിരിക്കുന്നത് നീണ്ടിരിക്കുന്നത് മാത്രം. എന്നിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. മുഴുവൻ ക്ലോസ് ചെയ്തിട്ടൊന്ന് പതുക്കെ ഉരുട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഉന്നക്ക റെഡിയായി. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് തിളച്ചപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇത്രയും കളർ വെക്കണ്ട, ഒരു ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. അപ്പോൾ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റ് തരണം.